നമസ്തേ എവരി വൺ. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഡെയിലി റൊട്ടീൻസ്. അപ്പം അല്പം നേരത്തെ ഉറങ്ങുക, അല്പം നേരത്തെ എഴുന്നേൽക്കുക. അതുപോലെ തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം ഞാൻ മൈൻഡ് മാസ്റ്ററിലൊക്കെ പഠിപ്പിക്കുന്ന ഏതാണ്ട് ഒരു 30ഓളം റൊട്ടീൻസ് ഉണ്ട് നമ്മൾ കിടക്കുന്ന വരെയുള്ള സമയത്ത്. അത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയൂല ഇത് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കാൻ പോകുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡിനുള്ള കാരണങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് സെൽഫ് കെയർ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ബിഗ് റോക്കാണ്. ഡെവലപ്പ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. റെഗുലർ ഫിസിക്കൽ എക്സസൈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈറ്റ് ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. നമുക്കെപ്പോഴും അപ്പോൾ അതിനൊക്കെ മുമ്പ് എഴുന്നേറ്റ ഉടനെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ പ്ലാനിനകത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈഫിൽ നമ്മുടെ ലൈഫ് പ്ലാനിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രി നമുക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടണം, ഇല്ല രാവിലെ എനർജി കാണില്ല. അപ്പം സഫിഷ്യൻറ്റ് സ്ലീപ്പ്. കൂടെ നമ്മൾ വെള്ളം കുടിക്കുക. വെള്ളം ഒന്നിച്ച് കുടിക്കുന്നത് നമുക്ക് കേടാണ്. ആ സമയത്ത് കുറേശ്ശെ കുടിക്കുന്ന എപ്പോഴും നമുക്ക് മരുന്ന് പോലെയാണ്. എപ്പോഴും നമുക്കത് വളരെ സഹായകരമായിരിക്കും. പിന്നെ എങ്ങനെയാണ് സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? മൈൻഡ്ഫുൾനെസ്സോടുകൂടി മെഡിറ്റേഷനോടുകൂടി നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് പറ്റും? മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്, ഇൻറ്റിമസി, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ കൂടുതൽ കൊണ്ടുപോകാനായിട്ട് പറ്റും? എങ്ങനെയാണ് കൂടുതൽ ഫോർഗീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്? നമ്മുടെ ഗ്രഡ്ജസ് എല്ലാം എടുത്ത് കളയാനായിട്ട്. ആൻഡ് പെർസ്യൂ ഹോബീസ്. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഹോബീസ് എടുക്കാനായിട്ട് പറ്റും? നമുക്ക് എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ്. എങ്ങനെ നമുക്ക് പ്രകൃതിയായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാം? നന്മ ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വോളണ്ടിയർ ചെയ്യാം? പിന്നെ ഒരു റിയലിസ്റ്റിക് ഗോളിന് വേണ്ടിയിട്ട്, നല്ലൊരു പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അതിനോട് തെറാപ്പി എടുക്കാനോ കൗൺസിലിംഗ് എടുക്കാനോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് എപ്പോഴും ക്വാളിറ്റി. ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്നതും തെറാപ്പി എടുക്കുന്നതും സോഷ്യലി കണക്റ്റഡ് ആയിരിക്കുന്നതൊക്കെ നമ്മുടെ ക്വാളിറ്റി എപ്പോഴും കൂട്ടും. പിന്നെ ലിമിറ്റഡ് എക്സ്പോഷർ ടു നെഗറ്റീവ് ന്യൂസ് ഓർ മീഡിയ, നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഡെവലപ്പ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം. എപ്പോഴും നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. ആൻഡ് പ്രാക്ടീസ് ഡീപ്പ് ബ്രീത്തിങ് ആൻഡ് എക്സസൈസ് ടു റിലാക്സ്. അതുപോലെ പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ ഫോർ ഓവറോൾ വെൽബീങ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്രിയേറ്റീവ് പെർസ്യൂട്ട് ആയിരിക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൈറ്റിങ്ങോ ട്രാവലോ എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ അതുപോലെ സമയം കൂടുതൽ പെറ്റ്സിൻ്റെ കൂടെയോ നമ്മുടെ കമ്പാനിയൻസിൻ്റെ കൂടെയോ എവിടെയാണെങ്കിൽ. പിന്നെ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗുഡ് പോസ്ചർ പ്രിവെൻറ്റ് ബോഡി ഏക്സ്. അതുപോലെ തന്നെ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ കഴിയുക, നമ്മൾ നർമ്മം നൂരാൻ കഴിയുക, ഹ്യൂമർ എൻജോയ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് സെറ്റ് ബൗണ്ടറീസ്, അത് കഴിഞ്ഞ് ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ട്, അപ്പോൾ എല്ലാവരെയും ഒരു അകലത്തിൽ നിർത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുക. സ്റ്റേ ക്യൂരിയസ് ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. അതുപോലെ തന്നെ പ്രാക്ടീസ് ഫോർഗീവ്നെസ് ഫോർ ഇന്നർ പീസ്. എപ്പോഴും ഓരോ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഫോർഗീവ് ചെയ്ത് കളയുക. ആക്ഷൻസ് എല്ലാം വേണം, പക്ഷേ ഫോർഗീവ് ചെയ്യണം. ആൻഡ് എക്സ്പ്രസ് ഇമോഷൻസ്, സപ്രസ് ചെയ്യരുത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും മൊത്തത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും. പ്രാക്ടീസ് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ്. എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും, ഇപ്പോൾ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാളിൻ്റെ പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്നതോ, ബസ്സിലൊരു സ്ഥലം കൊടുക്കുന്നതോ, ട്രെയിനിൽ സ്ഥലം കൊടുക്കുന്നതോ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേഞ്ചസ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതോ, നന്മയ്ക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്യുന്നതോ, അതല്ലെങ്കിൽ ഹെൽത്തി വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരുന്നതോ, മീനിങ് ഫുള്ളായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു സെൻസ് ഓഫ് പർപ്പസ്, മീനിങ് കൊണ്ടുവരിക. ആക്റ്റീവ് ലിസണിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഹെൽത്തി മോർണിംഗ് റൊട്ടീൻ എപ്പോഴും ഉണ്ടാകുക. ടൈം മാനേജ്മെൻറ്റ് മെത്തേഡുകൾ നമുക്ക് അതിൽ നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ, ആ മെത്തേഡുകൾ ഉപയോഗിക്കുക. പ്രയോറിറ്റൈസ് ചെയ്യുക. ഡീക്ലറ്റർ, ലൈഫിൽ മനസ്സിൽ എല്ലായിടത്തും ക്ലീൻ ആക്കുക. റെസീലിയൻസ്, നമ്മൾ ചാലഞ്ചസ് നേരിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ.
അതുപോലെ തന്നെ നമുക്കെപ്പോഴും എൻഗേജ് ഇൻ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കാനായിട്ട്. ഡെവലപ്പ് എ സെൻസ് ഓഫ് ഹ്യൂമർ അബൌട്ട് ലൈഫ് ചാലഞ്ചസ്. പ്രാക്ടീസ് അസർട്ടീവ്നെസ് ഇൻ യുവർ ഇൻ്ററാക്ഷൻസ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം വളരെ അസർട്ടീവായിട്ട് പറയാൻ പറ്റുക. ആൻഡ് സെറ്റ് aside ടൈം ഫോർ ഹോബീസ് ആൻഡ് ക്രിയേറ്റീവ് പെർസ്യൂട്ട്. കൾട്ടിവേറ്റ് എ പോസിറ്റീവ് സോഷ്യൽ സർക്കിൾ. നല്ല ഒരു ടീം വേണം. പ്രാക്ടീസ് എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടുവേഴ്സ് അതേഴ്സ്. ക്രിയേറ്റ് എ പീസ്ഫുൾ ആൻഡ് കാമിങ് ഹോം എൻവയറമെൻറ്റ്. വീടൊരു സ്വർഗ്ഗമായിരിക്കണം. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അതുപോലെ തന്നെ വി എൻജോയ് ഫ്രീഡം. റൊട്ടീൻ അല്ലാതെ നമുക്ക് ഫ്രീഡം ഉണ്ട്. പിന്നെ എംബറൈസ് സോളിറ്റ്യൂഡ്, ഇൻട്രോസ്പെക്ഷൻ, മെഡിറ്റേഷൻ. പിന്നെ നമുക്ക് സഫിഷ്യൻസി, സെൽഫ് സഫിഷ്യൻസി ഉണ്ടാകണം, ഇൻഡിപെൻഡൻസ് ഉണ്ടാകണം. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രയോറിറ്റൈസ്, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മൾ മറ്റൊരാളുടെ പുഷിൽ ജീവിക്കരുത്. സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി വേണം. പിന്നെ എലോൺ ടൈം. അതുപോലെ തന്നെ ഫോസ്റ്റർ കണക്ഷൻസ് ഫ്രണ്ട്സുമായിട്ട്. പിന്നെ സെൽഫ് കമ്പാഷൻ ആൻഡ് സെൽഫ് ലവ്. അഡ്വഞ്ചേഴ്സ് ആൻഡ് ട്രാവൽ, ഹോബീസ്. അതുപോലെ ഇംപ്രൂവിങ് റിലേഷൻഷിപ്പ്. അത് നമുക്ക് ഒരുപാട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി കൂട്ടും. ആൻഡ് പ്രാക്ടീസ് ലിസണിങ്. അത് റിലേഷൻഷിപ്പ് ഒരുപാട് മെച്ചപ്പെടും. അതുപോലെ തന്നെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ. അതുപോലെ തന്നെ എക്സ്പ്രസ് അപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതർ പീപ്പിൾ. നമ്മളെ സഹായിക്കുന്ന ഒരുപാട് പേർ, ചെറിയ ഹെൽപ്പിന് പോലും. ഇനി റിസോൾവ് കോൺഫ്ലിക്റ്റ് ത്രൂ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പെൻഡ് ആൻഡ് ക്വാളിറ്റി ടൈം വിത്ത് അവർ ലവ്ഡ് വൺ. എപ്പോഴും നമ്മൾ എത്ര സമയം ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ കൊച്ചിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ എന്നുള്ളതല്ല, കൊടുക്കുന്ന 15 മിനിറ്റോ അരമണിക്കൂറാണ് അത് ആബ്സല്യൂട്ട് അവർക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യണം. അതിനിടെ മൊബൈൽ എടുത്തുകൊണ്ടിരിക്കരുത്, ടി വിയും കണ്ടുകൊണ്ടിരിക്കരുത്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. കാരണം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, സെക്സ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസും നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്, ഹീലിംഗും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ അത് മൈൻഡ്ഫുള്ളായിട്ട് സ്ലോ സമയം എടുത്ത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺസ്, അച്ചീവ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റ് ഷെയർഡ് മെമ്മറീസ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗോളുകളിലേക്കും നമ്മുടെ ഡ്രീമുകളിലേക്കും ഓരോ നിമിഷം എത്തിച്ചേർന്നായിരിക്കണം നമ്മുടെ കൂടുതൽ ചിന്ത. ഇമോഷണൽ കണക്ഷൻ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു പ്രൊഫഷണൽ ലൈഫ്, ഡെയിലി ലൈഫ്, ഇതിലൊക്കെ നമുക്ക് നമ്മുടെ കരിയർ, നമ്മുടെ പാഷൻ, നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എപ്പോഴും നമ്മൾ, അതായത് നമ്മൾ പ്രവർത്തിക്കുന്ന ആ മേഖലയെക്കുറിച്ച് ദിവസം അരമണിക്കൂറെങ്കിലും ഡീപ്പായിട്ട് യൂട്യൂബ് നോക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മളെപ്പോഴും 1 മണിക്കൂറെങ്കിലും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആ കൺട്രിയിൽ ബെസ്റ്റ് ആകും എന്നുള്ളതാണ് തിയറീസ് പറയുന്നത്. ഇനി നമുക്ക് എപ്പോഴും ഒരു പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും നമ്മളൊരു ബൗണ്ടറി വേണം. പിന്നെ നമുക്കൊരു മാനേജ്മെൻറ്റ്, ഒരു ടൈം പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പോസിറ്റീവ് വർക്ക് എൻവയറമെൻറ്റ് വേണം. മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യണം. മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ നമുക്ക് റെഗുലർ വേണം. ഫിസിക്കൽ എക്സസൈസ് വേണം. ഇനി നമ്മൾ ഈ പ്രൊഫഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണം. അപ്പോൾ കോപ്പിംഗ് സ്ട്രാറ്റജി, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും, ബുദ്ധിമുട്ട് വരാത്തവരാരാളേ. പിന്നെ പ്രാക്ടീസ് റിലാക്സേഷൻ, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, യോഗ ആൻഡ് ഫൈനാൻഷ്യൽ സ്കിൽസ്, ഫൈനാൻഷ്യൽ ലിറ്ററസി. അതുപോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ IQ, ഇതൊക്കെ നമുക്ക് വേണം. ബഡ്ജറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡെറ്റൊക്കെ നമുക്ക് കഴിവതും ഒഴിവാക്കി പോവുക. സീക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസ് ഫ്രം പ്രൊഫഷണൽസ്, എവിടെ നിന്നൊക്കെയാണോ. ഫൈനാൻഷ്യൽ ഗോൾസ് എടുത്തിട്ട് ഇംപ്രൂവിങ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ആൻഡ് ഷെഡ്യൂൾ റെഗുലർ ഹെൽത്ത് ചെക്ക്, കൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ബാലൻസ്ഡ് ഫുഡ്, അതിനകത്ത് നമുക്ക് ന്യൂട്രീഷൻ ഒന്നും ചെയ്യുന്നില്ല, സപ്ലിമെൻറ്റ്സ് ഒക്കെ നമുക്കിപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് കിട്ടും, നമ്മളത് ഉപയോഗിക്കണം. ലൈഫ് ലൈൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ കാർഡിയോ എക്സസൈസ് വേണം, സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓപ്റ്റിമൽ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ആക്ടിവിറ്റീസ്, ഇവൻറ്റ്സ്, ഇതെല്ലാം നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സോഷ്യൽ ഗാദറിങ്, മീറ്റിങ്, അപ്പോൾ അവിടെ ന്യൂ ഫ്രണ്ട്സിനെ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ
റെഗുലറായിട്ട് നമുക്കിങ്ങനെ ചെയ്യേണ്ട കുറേ കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് വായിക്കുക, ലൈഫിൻ്റെ ഓർബിറ്റ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുക, സെമിനാറുകളും വർക്ക്ഷോപ്പുകളിലൊക്കെ പോവുക, ന്യൂ എക്സ്പീരിയൻസസിലേക്ക് പോരുക, അതല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ നടത്താനായിട്ട് പോവുക. അപ്പോൾ നമുക്ക് പേഴ്സണൽ ഗോള് ഇതെല്ലാം നമുക്ക് എടുത്ത് ഇതിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അവിടുന്ന് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കുന്നതെന്ന് പറയാൻ അവർ നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ വാട്സപ്പ് ചെയ്താൽ കറക്റ്റ് നിങ്ങളുടെ സമയത്ത് അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളും. അപ്പോൾ നമുക്കിതെല്ലാം പഠിച്ച് ഇത് വളരെ പരമപ്രധാനമായ ഒരു സ്കില്ലായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരട്ടെ. ജീവിതത്തിൽ എല്ലാ മേഖലയിലും വിജയിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.